ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടോ. നമുക്ക് എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ അതേപോലെ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി സ്നാക്കാണ് ഇത്. നമുക്ക് മാവ് കുഴക്കുകയോ പരത്തി ഒന്നും ചെയ്യേണ്ട, നമ്മൾ ബ്രെഡ് കൊണ്ടാട്ടോ ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് ഇടുന്നാലോ. അപ്പോൾ ഇതിനായിട്ട് മെയിൻ നമുക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 8 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് വേണമെങ്കിൽ ഗോതമ്പിൻ്റെ എടുക്കുക, സാധാ മൈദൻ്റെ ബ്രെഡാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പം സാധാ നമ്മുടെ മൈദൻ്റെ ബ്രെഡാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ട ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ഒന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 സവാള എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ തന്നെ ഒന്ന് സ്ക്വയർ ഷേപ്പായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ക്യാപ്സിക്കം കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ചിക്കനാണ്. ചിക്കനിലേക്ക് ഞാൻ ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മുളകും പൊടി മാത്രം ഇട്ടിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താണ് കേട്ടോ. ഇതേപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അത് പൊരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ടൊമാറ്റോ സോസാണ്. അപ്പോൾ ഇനി നമുക്കിത് സെറ്റ് ആക്കി എടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ 4 സ്ലൈസ് ബ്രെഡ് ഇവിടെ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ ടൊമാറ്റോ സോസാണ് കേട്ടോ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ ബ്രെഡിലും കുറച്ച് അത്യാവശ്യം തന്നെ ടൊമാറ്റോ സോസ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ച സവാളയും അതേപോലെ തന്നെ ക്യാപ്സിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റ് ഉപയോഗിക്കാം, കുക്കുംബർ ഉപയോഗിക്കാം, കാബേജ് ഉപയോഗിക്കാം, ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഈ 2 മാത്രമേ ഇതിലേക്ക് ചേർക്കണുള്ളൂ. അപ്പോൾ 2 ഒരേ ലെവലിൽ തന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ചിക്കൻ പൊരിച്ചതും കൂടിയാണ്. അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കൻ ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, ഉണ്ടെങ്കിൽ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഒറിഗാനും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഒറിഗാനോ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇടാൻ നോക്കുക, അത് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. ഇപ്പോൾ ഇത് സെറ്റായി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ വീണ്ടും ഒരു ലെയർ ബ്രെഡും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ ചീസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ സ്ലൈസിൻ്റെ ചീസാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതുണ്ടെങ്കിൽ ചേർക്കാൻ നോക്കുക, നല്ല ടേസ്റ്റാണ് കേട്ടോ. ചീസ് വയ്ക്കുമ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇല്ലെങ്കിൽ നമ്മൾ ബ്രെഡ് നേരെ കൊണ്ടുപോയിട്ട് കുറച്ച് ബട്ടറോ നെയ്യോ ഒന്ന് തടവിയിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതുണ്ടെങ്കിൽ ഇതും കൂടി വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി വെക്കുന്നുണ്ട്. കഴിക്കുമ്പോൾ നല്ലൊരു മണം, നല്ലൊരു ടേസ്റ്റാണ്, അതേപോലെ കാണാനൊരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബ്രെഡൊക്കെ ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ബട്ടറോ നെയ്യോ എന്തെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതൊന്ന് മെൽറ്റായി വരട്ടെ. ഇപ്പോൾ ബട്ടറൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഓരോ ബ്രെഡിൻ്റെ പീസും ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒരെണ്ണം നല്ല ഹെവി ആയിട്ടുള്ളതാണ്, ഒരാൾക്ക് ഒന്ന് മതി കഴിക്കാനും. നല്ല ടേസ്റ്റാണ്, നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ്, ഉണ്ടാക്കാനും സിമ്പിളാണ് കേട്ടോ. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഇനി വീട്ടിൽ ബ്രെഡൊക്കെ വാങ്ങുന്ന സമയത്ത് എന്താണെങ്കിലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് നോമ്പ് തുറക്കൊക്കെ അടിപൊളിയാണ്, സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും. ഇപ്പോൾ 4 പീസും ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് മൂടി വെച്ചിട്ട് ഈ ചീസൊക്കെ ഒന്ന് മെൽറ്റായി വരുന്നവരെ ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനത് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ചീസൊക്കെ നല്ലോണം മെൽറ്റായിട്ട് ആ ബ്രെഡിൽ ഇതായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. നമ്മൾ പിസ്സ ഒക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ ഒരു സ്മെല്ലാണ്. നമ്മൾ ഒറിഗാനും ചില്ലി ഫ്ലേക്സും ചീസൊക്കെ ഇടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലേവറും മണവും ഒക്കെ ഇതിന് കിട്ടും കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ എന്താണ് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, നല്ല കിടിലൻ ടേസ്റ്റാണ്. ഇതൊന്ന് കട്ട് ചെയ്തിട്ടും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പുറമെ കുറച്ച് ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രെഡിൻ്റെ സ്നാക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. തെറ്റാ.